നമസ്കാരം. മദ്രസകളിൽ പോകുന്നവർ അല്ലെങ്കിൽ മദ്രസകളിൽ പോയ വ്യക്തികൾ പലരും മയക്കുമരുന്നും കള്ളക്കടത്തും MDMA-യും രാസലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട കേസിലൊക്കെ പിടിയിലാകുന്നതിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം KT ജലീൽ MLA ഒരു പ്രഭാഷണം നടത്തിയത്. നമ്മളും അതിന്റെ വിശദാംശങ്ങൾ വാർത്തയായി നൽകി. ഇതിനെ എതിർത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം സമസ്ത അടക്കമുള്ള ചില സംഘടനകൾ രംഗത്ത് വന്നു. ഈ മതവിദ്യാഭ്യാസം കൊടുക്കുന്നതും അല്ലെങ്കിൽ മതപഠനം മദ്രസ പഠനം നടത്തുന്നതും മയക്കുമരുന്ന് കച്ചവടവുമായി ബന്ധമൊന്നുമില്ല എന്നാണ് സമസ്ത പറയുന്നത്. നമ്മളതിനോട് പൂർണ്ണമായി യോജിക്കുന്നില്ല. കാരണം ഇപ്പം മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത്തരത്തിൽ പണമുണ്ടാക്കുന്നതിനായിട്ടോ മറ്റു കാര്യങ്ങൾക്കായിട്ടോ ഒക്കെ തന്നെ യുവാക്കൾ ഈ മയക്കുമരുന്ന് കച്ചവടത്തിലും അത് ഉപയോഗിക്കുന്നതിലും ഒക്കെ പെട്ടുപോകുന്നത് അത് മതത്തിന്റെ കുഴപ്പമോ മതപഠനത്തിന്റെ കുഴപ്പമോ അല്ലെങ്കിലും കൂടുതൽ നിയന്ത്രണങ്ങൾ ഈ മതത്തിൽ ഉള്ളത് കൊണ്ടാണ് KT ജലീൽ അത്തരത്തിൽ പറഞ്ഞത്. കാരണം ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇസ്ലാം മതത്തിൽ സ്വീകരിക്കുന്നത് പാപമാണ്, അതുകൊണ്ട് അത് ചെയ്യരുത് എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം അത് പറഞ്ഞത്. എന്തായാലും ഇതിനെ രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരൻ മയക്കുമരുന്നോ MDMA-യോ ഉപയോഗിച്ചാലും കച്ചവടം നടത്തിയാലും ഒക്കെ തന്നെ തീർച്ചയായിട്ടും അത് എതിർക്കപ്പെടേണ്ടതാണ്. നിയമ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണം. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ KSU-കാരനാണോ SFI-കാരനാണോ മറ്റേ MSF-കാരനാണോ ആരെങ്കിലും ആണോ ഇതുകൊണ്ട് വെച്ചത് എന്നുള്ളതിനെ കുറിച്ചുള്ള തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നു. ആകാശ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായാൽ KSU-കാരനാണെന്ന് പറയുന്നു, അല്ലെന്ന് പറയുന്നു. അഭിരാജ് ഇതിൽ പങ്കാളി അല്ലെന്ന് പറയുന്നു, അയാൾ SFI-കാരനാണ്. എന്തൊക്കെ വന്നാലും ശരി, CPM SDPI കൂട്ടുകെട്ട് ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഈ വിഷയത്തിൽ വാദിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം പറഞ്ഞു 4 പേരെ പിടിച്ച 2 സുഡാപ്പി 2 DY, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി. കേരളത്തിൽ നിങ്ങൾ ലഹരിയുമായി ബന്ധപ്പെട്ട അറസ്റ്റുകൾ നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ അറിയില്ല. ഏത് പത്രം എടുത്ത് നോക്കിയാലും നിങ്ങൾ 2 സുഡാപ്പി 2 DY, 4 ആളെ പിടിച്ചാൽ 2 സുഡാപ്പി 2 DY. സർക്കാരിന്റെയും മതതീവ്രവാദ സംഘടനകളുടെയും ശക്തമായ പിന്തുണ ഇതിനുണ്ട്. ഇത് ആരാ ഇത് കടത്തുന്നത്? അപ്പൊ ഈ കടത്തുന്ന ആളുകളുടെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് രാഷ്ട്രീയമായ ഒരു ഇടപെടലിന്റെ ഭാഗമാണ്. അതായത് ഒരു കച്ചവട തന്ത്രത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ CPM SDPI തുടങ്ങിയ ഗ്രൂപ്പുകൾ, നിരവധി രാഷ്ട്രീയ ഗ്രൂപ്പുകൾ കാണും ഇതിനകത്ത്, ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാട്, ഈ മയക്കുമരുന്ന് കച്ചവടത്തെയും മയക്കുമരുന്ന് ഉപഭോഗത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാട് ഇവിടെ സ്വീകരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. എന്തായാലും ഇത് ശരിയാണെങ്കിലും അല്ലെങ്കിലും മയക്കുമരുന്ന് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാവുന്ന ഒരു വിഷയമല്ല. നമ്മുടെ ഭാവി തലമുറയുടെ ബുദ്ധിയെ, അവരുടെ ചിന്തകളെയൊക്കെ തന്നെ കാർന്നു തിന്നുന്ന, അവരുടെ ഭാവിയെയും ബുദ്ധിയെയും ഇല്ലാതാക്കുന്ന, കൊച്ചുകുട്ടികളെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക്, പെൺകുട്ടികളെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് ഈ മയക്കുമരുന്ന് കച്ചവടവും അതിന്റെ അനുബന്ധ കാര്യങ്ങളും എത്തിയിട്ടുണ്ട് എന്ന ദുഃഖകരമായ സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇതിനകത്ത് ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്താലും, SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയും CPM-ഉം ഒക്കെ ഇത് കച്ചവടവൽക്കരിക്കുന്നു എന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ ഈ കച്ചവടത്തിന് കൂട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോഴും, ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്താലും ഇത് ധാർമ്മികമായി തന്നെ എതിർക്കപ്പെടേണ്ടതാണ്, ഇതില്ലാതാക്കപ്പെടേണ്ടതാണ്, തൂത്തെറിയപ്പെടേണ്ടതാണ്. കൂടുതൽ സംവിധാനങ്ങൾ, അന്വേഷണ നിയമ പരിരക്ഷാ സംവിധാനങ്ങൾ ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇത് ഏതു തരത്തിലും ഒരിക്കലും ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും, ഏത് രാഷ്ട്രീയ പാർട്ടി ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചാലും, അല്ലെങ്കിൽ പരോക്ഷമായ പിന്തുണയോ അല്ലെങ്കിൽ ഒളിഞ്ഞുള്ള പിന്തുണയോ കൊടുത്താലും, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയ്ക്ക് മയക്കുമരുന്ന് ഉപയോഗിക്കാം ഉള്ള സ്ഥിതിയൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ഭീകരമാകും നമ്മുടെ നാടിന്റെ അവസ്ഥ എന്ന് പറയാതിരിക്കാൻ യാതൊരു തരവുമില്ല. ഇത് രാഷ്ട്രീയവൽക്കരിക്കേണ്ട വിഷയമല്ല, ഇത് രാഷ്ട്രീയമായി ചിന്തിക്കേണ്ട വിഷയമല്ല, ഇത് സാമൂഹ്യമായി ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്, അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്, നിയന്ത്രിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.